ഹരേ കൃഷ്ണ. ഭക്തിയുടെ നിറവിൽ ശ്രീലകം നിറഞ്ഞു നിൽക്കുകയാണ്. ഭക്തലക്ഷങ്ങളുടെ ഹൃദയേശ്വരനായ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ശ്രീലകത്ത് ഉച്ചപൂജയ്ക്ക് കളഭം ചാർത്തി നിൽക്കുന്നത് അതീവ സുന്ദരനായ ഒരു ഉണ്ണിക്കണ്ണൻ്റെ ഭാവത്തിലാണ്. കളഭാഭിഷേകം കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ഭഗവാനെ ദർശിക്കുമ്പോൾ തന്നെ ഓരോ ഭക്തൻ്റെയും ഉള്ളിൽ ആനന്ദ കണ്ണീര് നിറയാണ്. ഇന്ന് ഭഗവാൻ ഒരു തടിച്ചുരുണ്ട് മിടുക്കനായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിച്ചത്. കയ്യിൽ വെണ്ണയായി നിൽക്കുന്ന മുരളീധരൻ. ഭഗവാന്റെ ശിരസിൽ ചാർത്തിയിരിക്കുന്ന പൊന്നിൻ കിരീടത്തിന് മുകളിലായിട്ട് 2 തിരുമുടി മാലകളാണ് ഉള്ളത്. ഒന്ന് തെച്ചിയും തുളസിയും ചേർത്തിട്ടുള്ളതും മറ്റൊന്ന് വെളുത്ത പൂക്കളും തുളസിയും ചേർത്തിട്ടുള്ളതുമാണ്. പൊൻകിരീടത്തിന് നടുവിലായിട്ട് തിളങ്ങുന്ന സ്വർണ്ണഗോപിയും ചെവികളിലെ മനോഹരമായിട്ടുള്ള ചെവിപ്പൂക്കളും ഭഗവാന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുണ്ട്. എല്ലാവരെയും മാടി വിളിക്കുന്ന ആ മന്ദഹാസം ഭക്തകോടികൾക്ക് ആശ്വാസമേകിക്കൊണ്ട് കണ്ണൻ്റെ പൂമുഖത്ത് ഇങ്ങനെ മന്ദഹാസം ചൊരിഞ്ഞു നിൽക്കുകയാണ് ഉണ്ണി. ഭക്തിസാന്ദ്രമായ അലങ്കാരം തന്നെയാണ് ഭഗവാന്റെ. അത് അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ ഒക്കെ എങ്ങനെയാ എന്തോരു ഭംഗിയിലാണ് അണിയിച്ചിരിക്കണേ എന്ന് നമുക്ക് തോന്നും. കഴുത്തിൽ ശരീരത്തോടിങ്ങനെ ചേർന്ന് നിൽക്കുന്ന വളയം പോലുള്ള മാലകളാണ്. അതിനുശേഷം മാങ്ങാമാലയും കാശുമാലയും ഭഗവാന് ചാർത്തിയിട്ടുണ്ട്. തോൾവളകളുണ്ട്, കൈവളകളുണ്ട്. അതേപോലെ തന്നെ പട്ടുചേല ധരിച്ച് കുഞ്ഞിക്കാലുകളിൽ പൊൻതളകളും ചാർത്തിയിട്ടുണ്ട്. ഇനി ഭഗവാന്റെ ഭാവം എങ്ങനെയാ നോക്കി നോക്കൂ. ഭഗവാന്റെ കൈകൾ എങ്ങനെയാ പിടിച്ചേക്കണേന്ന് നോക്കൂ. തൻ്റെ പ്രിയപ്പെട്ട വെണ്ണയും പിന്നെയോ ഓടക്കുഴലും പിടിച്ചിട്ടാണ് ഉണ്ണി നിൽക്കുന്നത്. വലത് കയ്യിൽ വെണ്ണയുണ്ടയാണ്, ഒരു വെണ്ണയുരുള തന്നെയാണ് ഭഗവാന്റെ വലത് കയ്യിൽ മുറുകെ പിടിച്ചിട്ടുള്ളത്. ഇത് ഭക്തർ നൽകുന്ന നിഷ്കളങ്കമായ സ്നേഹത്തെ ഭഗവാൻ സ്വീകരിക്കണു എന്നുള്ളതിൻ്റെ പ്രതീകമാണ്. ഇടത് കയ്യിൽ നോക്കി നോക്കൂ, ഓടക്കുഴലാണ്, പൊന്നോടക്കുഴലാണ്. ഭൗതിക ലോകത്തെ തൻ്റെ വേണുഗാനത്താൽ മയക്കുന്ന ആ ദിവ്യമായ ഓടക്കുഴൽ അതേ ഭഗവാന്റെ ഇടത് കയ്യിൽ ഉണ്ട്. വെണ്ണയും ഓടക്കുഴലും ഒരുപോലെ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് നിൽക്കുന്ന നല്ല മിടുക്കനായിട്ടുള്ളൊരു ഉണ്ണിക്കണ്ണനാണ് നമ്മുടെ ഇന്നത്തെ അലങ്കാരം. ശ്രീലകം മുഴുവൻ പൂക്കളുടെ ഇങ്ങനെ പരിമളത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ഭഗവാന്റെ കഴുത്തിൽ അതിമനോഹരമായിട്ടുള്ള ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. തെച്ചിയും തുളസിയും വെളുത്ത പൂക്കളും ചേർത്ത് ഉണ്ടമാലകൾക്കിടയിൽ താമരപ്പൂക്കളും കൂടി ചേർത്തിട്ട് കോർത്ത് ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ അണിയിച്ചിരിക്കുന്നു. വിധാനമായിട്ടാണെങ്കിലോ താമരയും തുളസിയും തെച്ചിയും വെളുത്ത പൂക്കളും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള 5-6 ഉണ്ടമാലകൾ തന്നെയാണ് തൂക്കി ഇങ്ങനെ ഇട്ടിട്ട് ഉള്ളത്. ഒരു പുഷ്പവൃഷ്ടിക്കടിയിൽ ഇങ്ങനെ കണ്ണ നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. ആനന്ദസ്വരൂപനായ ഭഗവാന്റെ ഈ ദിവ്യരൂപം കൺകുളിർക്കെ കണ്ട് ആ തൃപ്പാദങ്ങളിൽ വീണ് നമുക്ക് നമസ്കരിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ നാമജപം ചെയ്യാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.